എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ചാമ്പ്യൻഷിപ്പ് അത് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഹാൻസം ബോയും ഒരു സ്പൈക്കനുമായിരിക്കും ഫൈറ്റ് ചെയ്യാനായിട്ട് വരിക. ഹാൻസം ബോയുടെ ഒറ്റ പഞ്ചിൽ തന്നെ ആ ഒരു സ്പൈക്കൻ അവൻ നോക്ക് ഡൗൺ ആവും. രണ്ടാമതായിട്ട് നമ്മുടെ മൊട്ടപ്പനും ഒരു വലിയ ജയന്റും. അവന്റെ ശബ്ദവും അവന്റെ രൂപവും ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും അല്പം പേടി തോന്നും. പക്ഷെ നമ്മുടെ മൊട്ടപ്പൻ ഈസി ആയിട്ട് അവനെ തൂക്കിയെടുത്ത് നിലത്തടിച്ച് ആ ഒരു മത്സരത്തിൽ ജയിക്കും. മത്സരിക്കാനായിട്ട് ഗോതയിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഗോക്കു ആണ്. ഗോക്കു ആണെങ്കിൽ വാമപ്പൊക്കെ ചെയ്ത് വളരെ കോൺഫിഡൻസോട് കൂടെ മത്സരിക്കാൻ കയറി കഴിഞ്ഞു. അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നത് വർഷങ്ങൾക്ക് മുൻപ് വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തിൽ ഫസ്റ്റ് വന്ന ചാപ്പ, ദ ചാമ്പ്യൻ ചാപ്പ. ഗോക്കുവിനാണെങ്കിൽ അവൻ മത്സരിക്കാൻ പോകുന്ന ആളുടെ പവറും സ്ട്രെങ്ത്തും ആളുടെ ഡിഗ്നിറ്റിയും എന്താണെന്ന് അറിയില്ല. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. ഇവിടെ നമ്മുടെ റോഷി ആണെങ്കിൽ അതാരാണെന്ന് കണ്ടെത്തി ഹാൻസം ബോയോടും ബാക്കിയുള്ളവരോടും പറയും. അവരുടെ ടെൻഷൻ അതങ്ങനെ കൂടി കൂടി വരും. ഇവിടെ ഫൈറ്റ് ആരംഭിക്കും. ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് ആ ഒരു ചാപ്പയെ ഹിറ്റ് ചെയ്യും. ആളാണെങ്കിൽ ആ ഹിറ്റ് കൊണ്ട് തെറിച്ചു പോവും. അതിനുശേഷം വീണ്ടും ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കടന്നു വരികയാണ്. ആളുടെ കുറച്ച് പഞ്ചുകളൊക്കെ ഗോക്കുവിൻ്റെ ബോഡിയിൽ കൊള്ളും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അതെല്ലാം പ്രിവെന്റ് ചെയ്ത് ചാടി വന്ന് ആൾക്കൊരു ചവിട്ട് വെച്ചു കൊടുക്കും. ആ ഒരു ചവിട്ടിൽ ചാപ്പയെ അടിച്ചു വീഴും. എല്ലാവരും ഗോക്കുവിന് കരഘോഷം മുഴക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ചാപ്പയാണെങ്കിൽ അത്ര എളുപ്പത്തിൽ തോൽക്കില്ല. ആൾ വീണ്ടും എഴുന്നേറ്റ് വരികയാണ്. ചാപ്പയ്ക്കാണെങ്കിൽ ആ ഒരു അപമാനം അത് സഹിക്കാൻ കഴിയുന്നതല്ല. ആളാണെങ്കിൽ ആളുടെ ഫുൾ സ്ട്രെങ്ത് അങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതിനുശേഷം വമ്പം ഫോഴ്സിൽ വമ്പം പവറിൽ ഗോക്കുവിനെ പുറച്ച് ആഞ്ഞെട്ടിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആളുടെ ഓരോ പഞ്ചും പ്രിവെന്റ് ചെയ്ത് ട്രൈ ചെയ്ത് മുകളിലേക്ക് പോകും. ചാപ്പയാണെങ്കിൽ ആദ്യം ഗോക്കു എവിടെ പോയി ചിന്തിച്ച് ചുറ്റും നോക്കും. ഉടനെ എല്ലാവരും മുകളിലേക്ക് കൈ ഉയർത്തി കാണിക്കും. ഗോക്കു ആണെങ്കിൽ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. മാസ്റ്റർ റോഷിക്ക് ആളുടെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. എയറിൽ പോയാൽ അവൻ ഈസി ആയിട്ട് ഗോക്കുവിനെ തോൽപ്പിക്കാൻ കഴിയും. കാരണം അവന്റെ പവർ എയറിൽ വേറെ ലെവലാണ്. ഇവിടെ ചാപ്പയാണെങ്കിൽ ഡബിൾ ഹാപ്പി. കാരണം അവൻ ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പൊ ഗോക്കു ഉള്ളത്. സോ ചാപ്പയാണെങ്കിൽ ഫ്ലൈ ചെയ്യാനായിട്ട് തയ്യാറെടുക്കും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ ഗോക്കു അവൻ താഴേക്ക് നല്ല ഫോഴ്സിൽ പറന്നു വരികയാണ്. ചാപ്പയാണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ചാപ്പ കൈ ചുരുട്ടി ഗോക്കുയെ പഞ്ച് ചെയ്യാൻ റെഡിയാവും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ ചാപ്പയുടെ വായിലേക്ക് ഊതി കൊടുക്കുകയാണ്. ഗോക്കുവിന്റെ ഗന്ധം അടിച്ച് ഒരു സെക്കൻഡ് ബ്ലാക്ക് ഔട്ടായ ചാപ്പയുടെ മുഖത്ത് നോക്കി ഗോക്കു ആണെങ്കിൽ ആഞ്ഞൊരു പഞ്ച്. ആ ഒരു പഞ്ച് കിട്ടി. ചാപ്പയാണെങ്കിൽ പറന്നുപോയി നിലത്തടിച്ചു വീഴും. പിന്നെ ചാപ്പയ്ക്ക് അനക്കമില്ല. റഫറി ആണെങ്കിൽ ഗോക്കു വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. മാസ്റ്റർ റോഷിക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഓ നോ, ഗോക്കു അവൻ ശരിക്കും പവർഫുള്ളായി മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ചാമ്പ്യനെ ഗോക്കുവിനെ കൊണ്ട് ഇത്രയും നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. 3 വർഷത്തെ അവൻ്റെ ട്രെയിനിങ് അത് ശരിക്കും അവന് വെറുത്തായി മാറി. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് വിക്ടറി ചിഹ്നമൊക്കെ കാണിച്ച് മൊട്ടപ്പൻ്റെ അടുത്തേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ വിജയിച്ച ഗോക്കുവെ ചേർത്ത് പിടിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയായിരിക്കും. എന്നിൽ നിന്ന് യാതൊരു കരുണയും പ്രതീക്ഷിക്കരുത്. അത് കേട്ട് ഹാൻസം ബോയും മൊട്ടപ്പനും ചിരിക്കും. ഇവിടെ മാസ്റ്റർ റോഷിയുടെ ടെൻഷൻ അത് കൂടി കൂടി വരികയാണ്. ഗോക്കു ശരിക്കും ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ പവർഫുൾ ആവുകയാണ്. ഇപ്പൊ അവന് എന്നെ കഴിഞ്ഞ് കൂടുതൽ പവറുണ്ട്. എനിക്കൊരിക്കലും ഈ മാച്ചിൽ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും മാസ്റ്ററുടെ നമ്പർ 178 ഇപ്പൊ റെഫറി ഉച്ചത്തിൽ വിളിക്കുക. അത് കേട്ട് മുട്ടപ്പനാണെങ്കിൽ മാസ്റ്ററിനോട് ഗോതയിലേക്ക് കയറാനായിട്ട് പറയും. ഒരു ജയന്റ് ആനിമൽ ആണ് മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. ആനിമൽ ആണെങ്കിൽ വമ്പൻ ആക്ഷനും ഷോയൊക്കെ ഇട്ട് മാസ്റ്ററിനെ വെല്ലുവിളിക്കും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ അപ്പോഴും ഗോക്കുവിനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഗോക്കു അവൻ എൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ മാത്രമാണ്. വളരെയധികം പ്രായം കുറഞ്ഞ ഒരു ചെറിയ പയ്യൻ. പക്ഷെ അവൻ ട്രെയിനിങ് ചെയ്തും അവൻ്റെ പവർ ഉപയോഗിച്ചും എന്നെ കഴിഞ്ഞും കൂടുതൽ പവർഫുള്ളായി മാറിയിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ ഞാൻ അവനുമായിട്ട് തോറ്റാൽ അതെനിക്ക് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപമാനമാണെന്ന് ചിന്തിച്ച് നിൽക്കുന്ന അതേ സമയം ആ ഒരു ജൈന്റ് ആനിമൽ ഇപ്പോൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചാടി അടുക്കും. അടുത്ത നിമിഷം മാസ്റ്റർ ആണെങ്കിൽ കായ് ചുരുട്ടി അതിൻ്റെ മുഖത്തും വയറിലും പുറഞ്ഞ് ആഞ്ഞെട്ടിക്കും. ഓരോ തവണ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുമ്പോഴും ഗോക്കുവെ കാണും പോലെ ആയിരിക്കും മാസ്റ്ററിന് തോന്നുക. മാസ്റ്ററിന്റെ ലാസ്റ്റ് പഞ്ചില് ഒരു ജൈന്റ് ആനിമൽ പൂർണ്ണമായിട്ട് നോക്ക് ഡൗൺ ആയി താഴേക്ക് വീഴും. മാസ്റ്റർ ആണെങ്കിൽ ആനിമലിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കും. ഫ്യൂസ് പോയി കിടക്കുന്ന ഗോക്കു ആയിട്ടായിരിക്കും മാസ്റ്ററിന് ആ ഒരു ജൈന്റ് ആനിമലിനെ തോന്നുക. ഇവിടെ ആൾക്കാരെല്ലാവരും ജാക്കിയുടെ പേര് അത് ഉച്ചത്തിൽ വിളിച്ച് ആൾക്ക് കട്ട സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഹാൻസം ബോയ് പറയും, തീർച്ചയായിട്ടും ഇദ്ദേഹവും ഫൈനലിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ യഥാർത്ഥ വെല്ലുവിളി അത് ഇദ്ദേഹമല്ല. കട്ട് ചെയ്താ ഇപ്പോൾ ഓരോരോ മത്സരങ്ങൾ അതങ്ങനെ മുൻപോട്ടേക്ക് വാശിയോടുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓപ്പണൻസുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ തോൽപ്പിച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കും. ഓൾമോസ്റ്റ് മാച്ചുകളെല്ലാം വളരെ വാശിയോടുകൂടെ മുൻപോട്ടേക്ക് പോകുമ്പോൾ ലഞ്ച് ബ്രേക്കിന് അനൗൺസ്മെന്റ് കൊടുക്കും. കേൾക്കേണ്ട താമസം ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഉഷാറായിട്ട് ചാടി ഓടും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ പന്നിക്കൂട്ടനും ടീമും അവരാണെങ്കിൽ പുറത്തോരോ ഗെയിം കളിക്കുകയാണ്.
പന്നിക്കുട്ടനാണെങ്കിൽ കരിപ്പ ഉപയോഗിച്ച് ഫിഷിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോവാണ്. ഓ നോ, ഞാൻ വീണ്ടും വീണ്ടും തോൽക്കുകയാണ്. പക്ഷെ ഉറപ്പായിട്ടും അടുത്ത ഗെയിമിൽ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ശ്രമിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ലോഞ്ച് പെണ്ണ്. അവളാണെങ്കിൽ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇപ്പൊ റിയൽ ഗൺ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം ആ ഷോപ്പിൽ ഷൂട്ട് ചെയ്യും. അതിനുശേഷം അവളുടെ റിവാർഡ് പ്രൈസ് അത് തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആ ഷോപ്പ് കീപ്പർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇതൊരു ഗെയിമാണ്, റിയൽ ഗൺ ഉപയോഗിച്ചല്ല ഇവ ഷൂട്ട് ചെയ്യേണ്ടത്. അതിനവളാണെങ്കിൽ വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ട് അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യും. അത് കണ്ട് പേടിച്ച് അവൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു ടെഡിയെ കൊടുക്കുകയാണ്. അഞ്ച് പെണ്ണിനാണെങ്കിൽ ആ ടെഡി ബിയറിന് ഒട്ടും ഇഷ്ടാവില്ല. അവളാണെങ്കിൽ നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ എല്ലാവരും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. പക്ഷെ ഗോകു മാത്രം വളരെ ആവേശത്തോടു കൂടെ ആർത്തിയോടുകൂടെ ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കി മീറ്റൊക്കെ കടിച്ചു പറിച്ച് തിന്നും. അവൻ തിന്നുന്ന ശബ്ദം എല്ലാവർക്കും വലിയൊരു ഇറിറ്റേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, നോ, നീ എന്തായി ചെയ്യണേ? നിനക്ക് ഇതുവരെ ടേബിൾ മാനേഴ്സ് എന്താണെന്ന് അറിയില്ലേ? നീ ചുറ്റും നോക്ക്, എല്ലാവരും നിന്നെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഗോകു ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വീണ്ടും അച്ചറം പൊച്ചറം ഫുഡൊക്കെ കടിച്ചു പറിച്ച് തിന്നുകയാണ്. ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ ജാക്കി ചാന്റെ രൂപത്തിലും ഭാവത്തിലും വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുക്കുകയാണ്. പക്ഷെ അറിയാതെ മിസ്റ്റർ റോഷി ഉപദേശിക്കുന്നത് പോലെ തന്നെ ആളിപ്പോ മൊട്ടപ്പനെ ഉപദേശിക്കും. അത് കേട്ട് ഷോക്കായി മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോ ജാക്കിച്ചാനോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ ഞങ്ങളുടെ മാസ്റ്റർ റോഷിയാണോ? അദ്ദേഹമാണ് ഇങ്ങനെ ഞങ്ങളോട് സംസാരിക്കാറ്. സംഭവമാണെങ്കിൽ അത് കേട്ട് ഷോക്കായി ഇപ്പോ മാസ്റ്ററിനെ തന്നെ സൂക്ഷിച്ചു നോക്കും. ആളാണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ കൊടുത്ത്, അയ്യോ ഇല്ല ഇല്ല, ഞാൻ നിങ്ങളുടെ മാസ്റ്റർ അല്ല, ഞാൻ ജാക്കിച്ചാൻ തന്നെയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് ആക്ടിങ് ചെയ്യുമ്പോഴായിരിക്കും ആ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ അവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു പാവം വെയിറ്ററിനെ അവനെ അറഞ്ചും പുറഞ്ച് അടിക്കുകയാണ്. ഞാൻ ചോദിച്ച ഫുഡ് അതിതല്ല, എനിക്ക് ഞാൻ ചോദിച്ച ഫുഡ് ഞാൻ ചോദിച്ച സമയത്ത് കിട്ടണമെന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഹാൻസം ബോയ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് അവനെ വെറുതെ വിട്. പാവപ്പെട്ടവരുടെ മേലെ മെക്കിട്ട് കയറിയിട്ടല്ല നീ നിന്റെ പവർ എന്താണെന്ന് കാണിക്കേണ്ടത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യും. അത് കേട്ട് ഇപ്പൊ ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ പോസൊക്കെ കൊടുത്ത് അവന്റെ പവർ റിലീസ് ചെയ്യും. ഹാൻസം ബോയും അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അത് കണ്ട മാസ്റ്റർ റോഷി ആളാണെങ്കിൽ ഇപ്പൊ ഹാൻസം ബോയെ തടയും. നിങ്ങൾ ഇപ്പോഴല്ല പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് നിങ്ങൾ ഫൈറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ലതല്ല. ആ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ വമ്പൻ ആറ്റിറ്റ്യൂഡിൽ ഇപ്പൊ ഹാൻസം ബോയോട് പറയും, നിന്റെ ജീവൻ രക്ഷിച്ചത് ഈ കിളവരാണ്, ആളോട് താങ്ക്സ് പറയാൻ പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നു പോകും. അപ്പോഴായിരിക്കും നമ്മുടെ തലക്കെട്ടുകാരൻ ആളിപ്പോ മാസ്റ്ററിനടുത്തേക്ക് വരിക. എല്ലാവർക്കും ആളെ കണ്ട് ഒരുപാട് സന്തോഷം. തലക്കെട്ടുകാരനാണെങ്കിൽ മാസ്റ്ററിനോടും നമ്മുടെ ആൾക്കാരോടും എല്ലാവരോടും താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ലാസ്റ്റ് ടൈം നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയതെല്ലാം എൻ്റെ ഗ്രാമത്തിനും എനിക്കും വീണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ നഷ്ടപ്പെട്ടു പോയ മറ്റൊന്നുണ്ട്, എൻ്റെ സ്കില്ല്. ഞാൻ ഈ 3 വർഷം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, ട്രെയിനിങ് എടുത്തു. ഞാനിപ്പോൾ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഗോകുവിനെ നോക്കും. ഗോകുവിനെ കാണേണ്ട താമസം ഇടയിലുണ്ടായ ആ ഫൈറ്റ് അതിപ്പോ അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്. അവർ രണ്ടുപേരും പരസ്പരം ആഞ്ഞടിച്ചതും എയർവാഗ് ചെയ്ത് ഫൈറ്റ് ചെയ്തതും താൻ ഗോകു ആണെങ്കിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോകും. ഗോകു ആണെങ്കിൽ ഇപ്പൊ തലക്കെട്ടുകാരന് ഷേക്ക് ഹാൻഡ് കൊടുക്കും. അതിനുശേഷം അടുത്ത മാച്ചിനായി അദ്ദേഹത്തിന് വിഷ് ചെയ്ത് പറഞ്ഞയക്കുകയാണ്. മാച്ച് ആണെങ്കിൽ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവർ കാണാം. ആ മാർഷൽ ആർട്സ് മാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് തലക്കെട്ടുകാരൻ അവൻ നല്ല ഇഞ്ചുറിയായി നനങ്ങാൻ പോലും കഴിയാതെ വീണ് കിടക്കുകയാണ്. ഇവിടെ ഹാൻസം ബോയ്ക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും അത് കണ്ട് അവനോട് ഒരുപാട് ദേഷ്യം തോന്നും. ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച്, നിനക്കിതൊരു ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യും ചോദിച്ച് അവനെ തല്ലാനായി പോവും. അത് കണ്ട മാസ്റ്റർ ആണെങ്കിൽ അവനെ പിടിച്ചു വെക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ പുറത്തേക്ക് വന്ന് ബുൽമാൻ ടീമിനോട് നടന്ന മത്സരത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയും. അവരാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് ഡ്രിങ്ക്സും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ചില്ല് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും ഫൈനൽ മത്സരത്തിനുള്ള അനൗൺസ്മെന്റ് വരിക. ഉടനെ ലോഞ്ച് ആണെങ്കിൽ അവളുടെ ഗണ്ണുമായിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് പോകാനുള്ള പാത അത് ഞാൻ ഒരുക്കും, നമ്മളെല്ലാവരും VIP ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് അവള് ഷൂട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ടേക്ക് പോവാണ്. ബുള്ളറ്റും തോക്കും കണ്ട് പേടിച്ച് എല്ലാവരും നമ്മുടെ ആൾക്കാർക്ക് വഴിമാറി കൊടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.